നമസ്കാരം. തിരുവനന്തപുരം കിളിയൂരിൽ മകൻ പിതാവിനെ ആഭിചാരക്രിയയുടെ ഭാഗമായിട്ട് കൊലപ്പെടുത്തി എന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. വളർത്തിയ പിതാവിനെ മകൻ ബ്ലാക്ക് മാജിക് അഥവാ ആഭിചാരക്രിയയുടെ ഭാഗമായി ഇല്ലായ്മ ചെയ്തിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത ഞെട്ടലുണ്ടാവുകയാണ്. എത്ര ആലോചിച്ചിട്ടും അവന്റെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അച്ഛന്റെ ജീവൻ എടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒടുക്കേണ്ടതുണ്ട് എന്ന് ഒരു മകന് ചിന്തിക്കേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റേതായിട്ടുള്ള തോന്നലാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിലേ പറയുന്നു, മകൻ ചെയ്ത തെറ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും സമൂഹത്തിന് അംഗീകരിക്കാനോ നീതീകരിക്കാനോ ഒരിക്കലും അതിനെ ന്യായീകരിക്കാനോ കഴിയാത്ത തെറ്റാണ്. ആ തെറ്റ് ചെയ്തവൻ ഒരു ക്രൂരന്റെ പട്ടികയിലേക്ക് നമ്മൾ പെടുത്തി കഴിഞ്ഞു. അങ്ങനെ തന്നെയാണ് പെടുത്തേണ്ടത്, അതിൽ യാതൊരു സംശയമില്ല. കാര്യം പ്രജിൻ എന്ന മകൻ ഇത്രയും കാലം വളർത്തിക്കൊണ്ടുവന്ന ഒരു അച്ഛനെ ഇനി എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശല്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യുമ്പോൾ ആ മകന് എത്ര വിവരമുണ്ട്, എത്ര വകതിരിവുണ്ട്, എത്ര തിരിച്ചറിവുണ്ട് എന്ന തോന്നൽ നമുക്കുണ്ടാവുകയാണ്. പക്ഷേ എന്റെ ചോദ്യം നിങ്ങളോട്, ആ തെറ്റിലേക്ക് നടന്നെത്താൻ അവൻ ആദ്യം വഴിമരുന്ന് ഇട്ടുകൊടുത്തത് ആരായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? പ്രജിൻ എന്ന മകനെ അവന്റെ മനസ്സിലേക്ക് വിശ്വാസം എന്ന് പറയുന്ന ആ ചിന്താഗതി ഇഞ്ചക്ട് ചെയ്തു കൊടുത്തത് എവിടെ നിന്നായിരിക്കും? വീട്ടിൽ നിന്നായിരിക്കുമല്ലോ. വിശ്വാസങ്ങളൊന്നും വേണ്ട എന്നല്ല. ഈ മനുഷ്യർ പലരും ചിന്തിക്കുന്നുണ്ട്, എന്റെ വിശ്വാസം തീവ്രമല്ല, അപ്പുറത്തവന്റെ വിശ്വാസമാണ് തീവ്രം, ഞാൻ എല്ലാം ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ന്യായീകരിക്കാറുണ്ട്. ഇന്നലെ വരെ ആ മരണപ്പെട്ടു പോയ ജോസും ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ന്യായീകരിച്ചിട്ടുണ്ടാവുക. പക്ഷെ സ്വന്തം മകൻ ജീവൻ എടുക്കുന്ന സന്ദർഭത്തിലായിരിക്കും അറിയുന്നത്, ഞാൻ പഠിപ്പിച്ചു കൊടുത്ത അല്ലെങ്കിൽ ഞാൻ അവന്റെ ഉള്ളിലേക്ക് തിരികെ കൊടുത്ത വിശ്വാസം അത് അവന്റെ ഉള്ളിൽ കിടന്ന് വളർന്ന് 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 എനിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവൻ ചെന്ന് എത്തിപ്പെട്ടതിന് ശേഷം ഇന്നലകളിൽ ഇത് പഠിപ്പിച്ച വ്യക്തി പോലും എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് വഴിതടസ്സമാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം അവനെ ഏത് തലത്തിൽ എത്തിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അത് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം വിശ്വാസമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, ഒരിക്കലുമല്ല. അത് വിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടി പറയുന്നതല്ല. ഈ വിശ്വാസങ്ങൾ, അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ എവിടെ നിന്നാണ് ഈ തീവ്രവാദം ഉണ്ടാകുന്നത്? തീവ്രവാദികൾ എന്ന് നമ്മൾ ഒരു വിഭാഗത്തെ വിളിക്കാറുണ്ട്. അവരെ സൃഷ്ടിക്കുന്നത് ആരാണ്? ഈ വിശ്വാസമാണ്. ആണോ അല്ലയോ? അവന്റെ ഉള്ളിലേക്ക് തുടക്കത്തിൽ നിങ്ങൾ ഇട്ടുകൊടുത്തിരിക്കുന്ന ഈ വിശ്വാസം എന്ന വിത്ത് അത് ഏത് രീതിയിൽ പടർന്ന് പന്തലിക്കണമെന്നുള്ളത് അവന്റെ തിരിച്ചറിവും അവന്റെ കാഴ്ചപ്പാടും വെച്ചിട്ടാണ്. അത് വളർന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അതുപോലെയാണ് തലസ്ഥാനത്തുണ്ടായിരിക്കുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ട് അവൻ ആ കൃത്യം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ശരീരത്തിലെ രോമം മുഴുവൻ റിമൂവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ കൃത്യം ചെയ്തതിനു ശേഷം സ്വന്തം പിതാവിന്റെ സഹോദരനെ വിളിച്ചിട്ട്, എന്റെ അച്ഛനെ ഞാൻ ഇല്ലായ്മ ചെയ്തിരിക്കാൻ കാരണം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അദ്ദേഹം എനിക്ക് വലിയ ശല്യമാണ്. രണ്ട് കാര്യം നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം. ഒന്ന്, ഇവൻ ഏതെങ്കിലും ലഹരിക്ക് അടിമയാണോ എന്നുള്ളതാണ്. പോലീസിന്റെ ബേസിക് ആയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ഇത് ബ്ലാക്ക് മാജിക് ആണ് എന്നുള്ള സംശയം ബലപ്പെട്ട് വരികയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ മനുഷ്യക്കുരുതികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ നാടോ ലോകോ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നു തള്ളുന്നത് എന്തിനു വേണ്ടിയാണ്? വിശ്വാസത്തിന്റെ പേരിൽ. എന്ത് വിശ്വാസത്തിന്റെ പേരിൽ? മതവിശ്വാസങ്ങളുടെ പേരിൽ. മതവിശ്വാസം മറ്റു മനുഷ്യരെ വെറുക്കാൻ പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ മതവിശ്വാസം അന്ധമായി കഴിയുമ്പോൾ, ഇത് അന്ധമാകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വിചാരിക്കും പോലെയല്ല. നിങ്ങൾ കരുതുന്നുണ്ട് എനിക്കതിൽ വലിയ വിശ്വാസക്കുറവാണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ഉള്ളാലെ നിങ്ങൾ എത്രത്തോളം തീവ്രമാണെന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ ഇടപെടേണ്ടി വരുന്നു. നിങ്ങൾക്കത് പൊള്ളലേൽക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു മതത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് അവനെ വെറുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മതത്തെ അല്ല വെറുക്കുന്നത്, നിങ്ങൾ ഒരു മനുഷ്യനെയാണ് വെറുക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്കത് അറിയാൻ പറ്റുന്നില്ലതേ. അപ്പുറത്തെ മനുഷ്യരെ കാട്ടിയിട്ട് അവൻ വേറെ മതമാണെന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ വിശ്വാസം അതിനെ ഇഞ്ചക്ട് ചെയ്ത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ആഭിചാരക്രിയകളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നരബലി നടത്തുന്നത് എന്തിനാണ്? പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ ബലി കൊടുക്കുന്ന പരിപാടി നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആഭിചാരക്രിയകളുടെ ആണ്. ഇതൊക്കെ കൊണ്ട് എന്തോ ഗുണമുണ്ടാകുന്നതെന്ന് ചിലർ ചിന്തിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, മിണ്ടാപ്രാണികളുടെ ജീവൻ പോലും ബലി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ബലി കൊടുത്തതിന് ശേഷം എനിക്കെന്തോ നന്മ ഉണ്ടാകുന്നു എന്ന് കരുതുകയാണ്. അതായത് ഒരു ജന്തുവിന്റെ ജീവൻ നശിപ്പിച്ചുകൊണ്ട് എനിക്ക് അതിലൂടെ നേട്ടമുണ്ടാകാൻ പോകുന്നു എന്ന് ചിന്തിക്കുന്ന ആ വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസത്തിന്റെ ഒരു ഇരയാണ് ഇന്ന് ജീവൻ നഷ്ടപ്പെട്ട ജോസ് എന്ന് പറയേണ്ടി വരികയാണ്. കാര്യം ജോസിന്റെ മകൻ അത് ചെയ്യുന്നത് വരെ, പ്രജിൻ അത് ചെയ്യുന്നത് വരെ അവന്റെ മനസ്സിലെ വിശ്വാസം എന്താണ്? മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് എന്തിനേയും ഇല്ലാതാക്കണം.
അത് അവന്റെ ഉള്ളിലെ വിശ്വാസമാണ്. ഏത് വിശ്വാസം? അത് ചെറുതിലെ വീട്ടുകാർ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന വിശ്വാസങ്ങളാണ്. വിശ്വാസമല്ല പഠിപ്പിക്കേണ്ടത്, മൂല്യങ്ങളാണ്. എന്താണ് ജീവിതത്തിൽ നിങ്ങൾ പുലർത്തേണ്ട മര്യാദകൾ, മാന്യതകൾ, ബഹുമാനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഒരു തൊഴുവാൻ പഠിപ്പിക്കുന്നു, നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ കുർബാന ചെയ്യാൻ പഠിപ്പിക്കുന്നു എന്നതിനപ്പുറം ഒരു കുട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം അവൻ നവീകരിക്കപ്പെടുന്നത് ഒരു വിശ്വാസം കൊണ്ട് ഒരിക്കലും നവീകരിക്കപ്പെടില്ല. അവൻ നവീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ മൂല്യബോധങ്ങൾ ഉണ്ടാകണം, അവന്റെ ഉള്ളിൽ തിരിച്ചറിവുകൾ ഉണ്ടാകണം. ഈ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കണം. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ ചിന്തിക്കാത്ത നിങ്ങൾ മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ, മക്കളുടെ ഇഷ്ടാനുസരണങ്ങൾക്കനുസരിച്ച് നിന്നു കൊടുക്കുമ്പോൾ, മക്കളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ പാഞ്ഞു നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇഷ്ടങ്ങളും വിശ്വാസങ്ങളും മാത്രമേ അവന്റെ ഉള്ളിൽ കാണത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് അവൻ നല്ലൊരു മനുഷ്യനല്ല, നല്ല ചിന്താഗതിയില്ല, നല്ല കാഴ്ചപ്പാടില്ല, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സുമില്ല. സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകുമ്പോൾ പിന്നെ എന്തൊക്കെയാണോ എനിക്ക് എതിർപ്പ്, അതൊരു വിശ്വാസമാക്കിയാൽ മതി. കാര്യം ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നൊക്കെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്റെ ലക്ഷ്യത്തിന് ആരാണ് മാർഗതടസ്സം? അത് പിതാവാണെങ്കിൽ, മാതാവാണെങ്കിൽ, ആരാണെങ്കിലും ഇല്ലായ്മ ചെയ്ത് മുന്നോട്ട് പോവുക. എന്റെ വിശ്വാസപ്രകാരം അത് പ്രാർത്ഥിച്ചാലോ, അല്ലെങ്കിൽ മുൻപോട്ടുള്ള എന്റെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലതായിട്ട് ഭവിക്കുമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു മൂഢന്മാരായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ട്. ആ വളർന്നു വരുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രജിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന് ഈ ആഭിചാരക്രിയ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, ആ വഴിയെ സഞ്ചരിപ്പിക്കാൻ നിങ്ങൾ പ്രേരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവൻ ആ മേഖലയിലെ പോകാൻ പറ്റാത്ത ഇടങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് മുന്നിൽ തന്നെ വന്ന് നിങ്ങൾക്കെതിരായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, തടുക്കാൻ പറ്റില്ല. ഇതുപോലെ അനുഭവിക്കാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണർത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. വിശ്വാസം മാത്രം പഠിപ്പിച്ചു വിട്ടുകൊണ്ട് ഒരു പൗരൻ ഒരിക്കലും നല്ലൊരു പൗരനായി വളരത്തില്ല, അല്ലെങ്കിൽ ഒരു കുഞ്ഞൊരിക്കലും നല്ലൊരു പൗരനായി വളരത്തില്ല. അവനെ പഠിപ്പിക്കേണ്ടത് ഈ സമൂഹത്തിൽ നീ എന്ത് ഇടപെടണം, ഈ സമൂഹത്തിൽ നീ എന്ത് ചിന്തിക്കണം. ഒരു മനുഷ്യന്റെയും മതം തിരയരുത്. ആരെയും സഹായിക്കാനുള്ള മനസ്സുണ്ടാകണം. മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സില്ലെങ്കിലേ ചിലപ്പോ നാളുകളിൽ നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ പോലും അവന് മനസ്സുണ്ടാകില്ല. അവനവന്റെ കാര്യം നോക്കി വളർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ വീണ് കിടക്കുമ്പോഴും അവന് അവന്റെ കാര്യത്തെക്കുറിച്ച് മാത്രമേ ചിന്ത കാണുള്ളൂ. മറ്റത് ചിലപ്പോ എന്തെങ്കിലും കടപ്പാട് കൊണ്ട്, അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം താല്പര്യമില്ലാതെ ചിലതൊക്കെ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കും. ആ വേദനിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അവനെ അങ്ങനെയാക്കി വളർത്തിയതിന് ഉത്തരവാദി ഞാനാണ്. ഇന്ന് എനിക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? അതോർത്ത് വേദനിക്കാനും വിഷമപ്പെടാനും മാത്രമേ പറ്റുള്ളൂ. തിരുത്താൻ കഴിയുന്ന കാലം കടന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ ചിന്തിക്കേണ്ടത് ആ വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല. നമ്മുടെ വീട്ടിൽ നാളെ ഇത് സംഭവിച്ചാലോ, അത് വരാതിരിക്കാൻ ഞാൻ എന്താണ് അവനെ പഠിപ്പിക്കേണ്ടത്? ആ ഒരു ചിന്താഗതിയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ മാത്രമേ വിശ്വാസം എന്ന കാപട്യത്തെയൊക്കെ മാറ്റി നിർത്തി നല്ല നല്ല പൗരന്മാരെ നമ്മുടെ നാടിനു വേണ്ടി വളർത്തിയെടുക്കാൻ കഴിയൂ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ.